അങ്ങാണ് ഈ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വമെന്ന് ലോകം പരക്കെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അങ്ങ് വരുത്തിയ ജീവിതമൂല്യങ്ങൾക്ക് എത്ര കണ്ട് കഥകളിയിൽ ഇടപെടാനും അതേപോലെ തന്നെ അതിനെ സ്വന്തമായ വീക്ഷണകോണിലൂടെ മാറ്റിയെടുക്കാനും അങ്ങേക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതായത് ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല, എങ്കിൽ പോലും വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ലോകധർമ്മി കൈകാര്യം ചെയ്തത് എൻ്റെ ഗുരുനാഥന്മാർ, പ്രത്യേകിച്ചും പത്മനാഭൻ നായർ ആശാൻ പറഞ്ഞു തന്നിട്ടുള്ള ചൊല്ലിയാടിപ്പിച്ച് ഉറപ്പിച്ചിട്ടുള്ള കോട്ടയം കഥകളാണ് കൂടുതൽ. അത് ഉറപ്പിച്ചിട്ടുള്ളതിന് കോട്ടം തട്ടാത്ത വിധത്തിൽ അതിൽ കൂടെ നാട്യധർമ്മി പ്രയോഗിക്കണു എന്നർത്ഥമേ ഉള്ളൂ. അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചെങ്കിൽ, അത് ഈ ചൊല്ലിയാട്ട ചിട്ട എന്ന് പറഞ്ഞൊന്നുണ്ട്. ചൊല്ലിയാട്ട ചിട്ട എന്ന് പറഞ്ഞാൽ കോട്ടയം കഥകൾക്ക് മാത്രമല്ല, പക്ഷേ കോട്ടയം കഥകൾ ചൊല്ലിയാടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് ചിട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റേതായുള്ള ഭംഗി, ഈ ഭംഗി വരുത്തി തീർത്ത് ആ ഭംഗിയോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചു എങ്കിൽ, അതായത് ഭംഗി എന്ന് പറഞ്ഞാൽ മെയ്യിനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഈ മെയ്യ് നന്നായിട്ട് സ്വാധീനിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദോഷം വരാത്ത വിധത്തിൽ രംഗത്ത് മറ്റ് നാട്യധർമ്മീന്നോ അല്ലെങ്കിൽ ലോകധർമ്മീന്നോ പറഞ്ഞിട്ടുള്ളതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിൽ വലിയ തെറ്റ് വരില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, എന്നെ പഠിപ്പിച്ചുറപ്പിച്ച, എന്നെ പരിശീലിപ്പിച്ച് മെയ്യ് തന്ന, ആ മെയ്യിനുള്ള ഭംഗി തന്ന എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന പ്രകാരം അല്ലാതെ ആ മെയ്യിന് യാതൊരു കോട്ടവും വരാത്ത വിധത്തിൽ രംഗത്ത് അവതരിപ്പിക്കണു. അതിൻ്റെ കൂടെ ഈ അഭിനയത്തിൽ കൂടെ നാട്യധർമ്മി ഉൾപ്പെടുത്തുന്നു, മുദ്രകളിൽ കൂടെ ലോകധർമ്മി കൈകാര്യം ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻ്റെ വ്യത്യാസങ്ങൾ.